ഹലോ. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂപ്പാടത്തുനിന്ന് പറിച്ച പൂവാണ് നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഇപ്പോൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് വശത്തൂടെയാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് വാട്ടർ ടാങ്ക് ഇപ്പോഴുള്ള വാട്ടർ ടാങ്കുമാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആട്ടിൻപറ്റങ്ങളെ കാണാൻ പറ്റും. ആട്ടിൻപറ്റവും എരുമയും അങ്ങനെ ഒരുപാട് കാണാൻ പറ്റും. അങ്ങനെ അതുപോലൊരു ആട്ടിൻപറ്റമാണ്. അപ്പോൾ ഇവിടെയൊക്കെ എത്തുമ്പോൾ വണ്ടി സ്പീഡ് കുറച്ച് പോകണം. അങ്ങനെ നമ്മൾ ആ ജംഗ്ഷനിൽ വളരെ പതുക്കെയാണ് പോയി. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായി തുടങ്ങി. അപ്പോഴാണ് നമ്മളവിടെ അന്വേഷിച്ചപ്പം രാജപാളയം എന്ന സ്ഥലത്തുള്ള ഒരു കടയാണ്. ഒരു ചെറിയ കടയാണ്, വളരെ വൃത്തിയുള്ള കടയാണ്. അവിടെ ഒരുപാട് സാദം, തൈര് സാദം, തക്കാളി സാദം, ലെമൺ സാദം, അങ്ങനെ ഒരുപാട് സാദം കിട്ടും. അപ്പം നമ്മൾ മേടിച്ചത് വെജിറ്റബിൾ ബിരിയാണി കേട്ടോ. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വാങ്ങിച്ചത് പരിപ്പുവടയാണ്. ഉഴുന്നുവട, ഉള്ളിവട, പരിപ്പുവട, സമൂസ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഴിപ്പണിയാരം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. തമിഴ്നാട്ടിലൊരു മെയിൻ പലഹാരമാണ് കുഴിപ്പണിയാരം അഥവാ പുളിപ്പണിയാരം. അപ്പോൾ നല്ല വൃത്തിയുള്ള പാക്കിംഗ് ആയിരുന്നു. അത് കൊണ്ടുവന്ന് വെച്ച് നമ്മൾ കാറിലിരുന്നാണ് കഴിച്ചത്. അപ്പോൾ നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി, സൈഡ് ഡിഷായിട്ട് നമ്മുടെ സലാഡും, പിന്നെ ഒരു ഉള്ളി ചട്നിയും, പരിപ്പ് വടയും, പിന്നെ പരിപ്പ് വടയ്ക്കും ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറുമയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. അപ്പം മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ നല്ലൊരു മരത്തണലിലിരുന്ന് കഴിച്ച് ഒരുപാട് നേരം അവിടെ ഇരുന്നിട്ടാണ് യാത്ര തുടർന്നത്. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ശ്രീവല്ലിപുത്തൂർ എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പാലും പാലുൽപ്പന്നങ്ങളുമാണ്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. അവിടെ എല്ലാം പാൽക്കോവയും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു വലിയ രാമൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിലെ തേരാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊടിയൊന്നും അടിക്കാതെ നല്ലോണം സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പം രാമൻ്റെ ക്ഷേത്രത്തിലെ തേരാണിത്. അങ്ങനെ നമ്മൾ ശ്രീവല്ലിപുത്തൂർ കഴിഞ്ഞ് യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല റോഡിലൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും യാത്ര വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ പഴയ കെട്ടിടങ്ങളും അങ്ങനെയൊക്കെയാണ്. ഇവിടെയൊക്കെ റോഡിന് വളരെ വീതി കുറവാണ് കേട്ടോ. വണ്ടിയൊക്കെ പോവാമെങ്കിലും നമ്മളെ ഹൈവേ പോലെയൊന്നുമല്ല, തീരെ വീതി കുറഞ്ഞ റോഡാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അടുത്തൊരു രാജപാളയത്തിനും ശ്രീവല്ലിപുത്തൂരും കഴിഞ്ഞ ഉടനെ വരുന്നൊരു ജംഗ്ഷനാണ്. ഇവിടെയാണ് ഒരു ക്രിസ്ത്യൻ പള്ളി. നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ആകെ കാണാൻ പറ്റുന്ന ഒരു ക്രിസ്ത്യൻ പള്ളി അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ നമുക്ക് പടക്കമൊക്കെ നിർമ്മിക്കുന്ന ശിവകാശിയിൽ പോവാം. അപ്പോൾ ഇപ്പോൾ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ പിന്നെയുള്ള യാത്ര നല്ല അടിപൊളി യാത്രയായിരുന്നു. ഇടയ്ക്ക് പിന്നും പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ.